വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ബേസിക്കലി നമ്മൾ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രം പോരാ, ആ മരുന്ന് കാരണം ഒരുപാട് അഡിക്ഷൻ ഉണ്ടാകാം, ടോളറൻസ് ഉണ്ടാകാം. അത് നമുക്ക് വേണ്ടി വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെഗ് കുടിക്കുന്ന ആൾക്ക് ഒരു 2, 3, 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു പെഗ് മാറ്റി 2 പെഗ് ആക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് അത് നമ്മൾ ടോളറൻസ് എന്നൊക്കെ പറയാം കേട്ടോ. ഡിപ്പെൻഡൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ദ ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് അഡിക്ഷൻ. സോ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. സോ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസുമായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കമ്പൽസീവ് ബിഹേവിയർ. അതായത് നമുക്ക് ആ മരുന്ന് എടുക്കണം അല്ലെങ്കിൽ ആ ഡ്രഗ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ കമ്പൽസീവ് ബിഹേവിയർ എന്ന് പറയാം. നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ഉണ്ടായിരിക്കും. ലോങ് ടേം ആയിട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല. ആ ഡ്രഗ് എടുക്കണം എന്നുള്ള രീതിയിൽ ഒരു അർജ് ഉണ്ടാവും, നമുക്കത് വേണം, ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. സോ ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടാകുന്നു ആൻഡ് റിലാപ്സിങ് നേച്ചർ. സോ നമ്മൾ എത്രയൊക്കെ അഡിക്ഷൻ ആണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും വേണം, കൂടുതൽ വേണം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ്റെ ഒരു ബേസിക് നേച്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം, ഞാൻ അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ബ്രെയിൻ റിവാർഡ് സർക്യൂട്ട് ഉണ്ട്. അതായത് എങ്ങനെയാണ് ബ്രെയിൻ റിവാർഡ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യൽ ഡ്രഗ് യൂസ്. നമ്മൾ ആദ്യമായിട്ടൊരു ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിവാർഡ് സർക്യൂട്ട് വർക്ക് ചെയ്യും ആൻഡ് അവിടെ ഡോപ്പമിൻ റിലീസ് ചെയ്യും. എന്ത് റിലീസ് ചെയ്യും? ഡോപ്പമിൻ റിലീസ് ചെയ്യും. ആൻഡ് ഓവർ സ്റ്റിമുലേഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ നമ്മൾ ഹൈ ആകുന്നു, നമുക്ക് മോർ പ്ലസൻറ്റബിൾ ആവുന്നു. സോ അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് തോന്നുന്നു. ഫസ്റ്റ് വൺ ഈസ് ഡോപ്പമിൻ റിലീസ്, നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് തോന്നുന്നു. ആൻഡ് ബ്രെയിൻ അഡാപ്റ്റേഷൻ. സോ എക്സസീവായിട്ട് ഡോപ്പമിൻ റിലീസ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രെയിന് അഡാപ്റ്റ് ആവുന്നു. സോ ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. കാര്യം നമുക്ക് ഡോപ്പമിൻ അതിന് പ്രകാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല, നമുക്ക് ഫർദർ ഡോപ്പമിൻ ഉണ്ടാവുന്നില്ല, അപ്പോൾ ആ ഒരു പ്ലഷർ കിട്ടുന്നില്ല, അപ്പോൾ ഫർദർ നമുക്ക് ഡോപ്പമിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. സോ ടോളറൻസ് ഡെവലപ്മെന്റ്. സോ നമുക്കറിയാം ഓൾറെഡി ഡോപ്പമിൻ നമുക്ക് സഫീഷ്യൻ്റ് ആവാത്തത് കൊണ്ട് നമുക്ക് ടോളറൻസ് കിട്ടുന്നു. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ പ്ലഷർ കുറഞ്ഞു വരിക, അപ്പം നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരുന്നു അല്ലേ. അങ്ങനെ ടോളറൻസ് ഡെവലപ്പ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ റിവാർഡ് സർക്യൂട്ട് എന്ന് പറയുക. സോ പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്നതിന്, ടോളറൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ കോമൺ അബ്യൂസ് ഡ്രഗ് ആണ് ലീഗൽ സബ്സ്റ്റൻസ് ഉണ്ട്, ആൽക്കഹോൾ, ടൊബാക്കോ, ഡ്രഗ്സ് ഒക്കെ, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഇല്ലീഗൽ ഒപ്പിയേറ്റ്, കൊക്കൈന്, ആംഫിറ്റമിൻ, അനദർ ഹാലുസിനോജൻ, സ്റ്റിറോയിഡ്സ്, ഇൻഹലൻസ് ഒക്കെയാണ്. സോ നൈട്രോജൻ കമ്പൗണ്ട്സ് ഒക്കെ എക്സാമ്പിൾസ് ഒക്കെയാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ എന്താണ് ടോളറൻസ്? ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് അൺയൂഷ്വൽ റെസിസ്റ്റൻസ് ടു ദ ഓർഡിനറി ഡോസ് ഓഫ് ഡ്രഗ്. നമ്മൾ അൺയൂഷ്വൽ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി കൊടുക്കുന്ന ഡ്രഗ് പറയാറില്ലേ, ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, ഇന്ന മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, പേഷ്യൻ്റ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയില്ലേ. അപ്പം അത് തന്നെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുക. ഈ ടോളറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ടോളറൻസ് റെസിസ്റ്റൻസ് ആണല്ലോ, അപ്പോൾ അത് മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, നമുക്കൊരു കോൺസ്റ്റന്റ് യൂസിലോ അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെവലപ്പ് ആവുന്നത്. അതിന് എഫക്റ്റ് എങ്ങനെയായിരിക്കും? സോ റിപ്പീറ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം കൂടും തോറും നമുക്കിതൊന്നും ആകുന്നില്ല, നമുക്ക് കൂടുതൽ വേണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ആൻഡ് കോൺസിക്വൻസ് അറിയാലോ, ടോളറൻസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹയർ ഡോസിലേക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിലേക്കാണ്. സോ ടോളറൻസ് ഡ്രഗ് അബ്യൂസിൽ മാത്രമല്ല, കോമൺ കാര്യങ്ങളിലും നമ്മുടെ കോമൺ മെഡിക്കേഷനിലും നമുക്ക് വരാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ടോളറൻസിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ആൽക്കഹോൾ, ഒപ്പിയേറ്റ്, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി അനസ്തെറ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ഗ്ലിസറൈഡ് ട്രൈനൈട്രേറ്റ്, സോ അതൊക്കെ ഇൻഹലേഷൻ ആണ് കേട്ടോ, നമ്മൾ ഹെഡേക്ക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അങ്ങനെ ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോളറൻസ് ഉണ്ടാകുന്ന എക്സാമ്പിൾസ് ആണ്, വായിച്ച് മാത്രം വെച്ചാൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഡ്രഗ് ഡിപ്പെൻഡൻസ് ആണ്. സോ നമ്മുടെ ഫിസിക്കൽ നീഡ് അല്ലെങ്കിൽ നമ്മൾ ഒന്നിനോട് അഡിക്റ്റ് ആയി പോകുന്നതിനാണ് നമ്മൾ ഡ്രഗ് ഡിപ്പെൻഡൻസ് പറയുന്നത്. നമുക്കത് വേണം, അതില്ലാതെ നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല തോന്നുകയാണ്. സോ അഡിക്ഷൻ പോലെ തന്നെയാണ് ഇവിടെ, നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ലോങ് ടേം എഫക്റ്റ് ഉണ്ട്. നമ്മൾ പിന്നെ ഡിപ്പെൻഡൻസ് വന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ദേഹം മുറിക്കുക, കടിച്ചു വലിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യും. സോ വിഡ്രോൾ സിംറ്റംസ് ഉണ്ട്. വിഡ്രോ ചെയ്യുവാണെങ്കിൽ ലൈഫ് ത്രെഡ്, മരിച്ചു വരെ പോകാം എന്നുള്ളതിനാണ് ഡ്രഗ് ഡിപ്പെൻഡൻസിന്റെ ഏറ്റവും
ഏറ്റവും വലിയ പ്രശ്നം. സോ ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കും കേട്ടോ. സോ ബേസിക്കലി ഡ്രഗ് ഡിപ്പെൻഡൻസ് ഞാൻ പറഞ്ഞു, നമുക്ക് ബോഡിക്ക് ഒരു ഫിസിക്കൽ നീഡ് ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ന്യൂറോളജിക്കൽ ബേസിസ് ഓഫ് ഡിപ്പെൻഡൻസ് ആണ്. സോ ന്യൂറോളജിക്കലി എന്താണ് സംഭവിക്കുക ഡിപ്പെൻഡൻസിൽ? ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യൽ ഡ്രഗ് യൂസ്. നമ്മൾ ആദ്യമേ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ബോഡിക്ക് ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവുമല്ലോ, ആ ന്യൂറൽ പാത്വേനെ ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നു. അതിനുശേഷം റിപ്പീറ്റ് എക്സ്പോഷർ, വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ ന്യൂറോൺ അഡാപ്റ്റ് ആവുന്നു. ആൻഡ് ഫങ്ഷണൽ ചേഞ്ച്, നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു ബോഡിയിൽ, അല്ലെങ്കിൽ ഒരുപാട് ന്യൂറോണൽ ചേഞ്ചസും ഫങ്ഷണൽ ചേഞ്ചസും ഉണ്ടാകുന്നു. ആൻഡ് ഡിപ്പെൻഡൻസ് എസ്റ്റാബ്ലിഷ് ആകുന്നു, അല്ലെങ്കിൽ നോർമൽ ഫങ്ഷൻ ചെയ്യേണ്ടതിന് പകരം നമ്മളെ ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ന്യൂറോളജിക്കൽ ബേസിക് ഓഫ് ഡിപ്പെൻഡൻസ്. 5 മാർക്കൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എഴുതേണ്ട ആവശ്യം ഉണ്ട്. സോ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. സോ ആങ്സൈറ്റി ഉണ്ടാകാം, ഹാലൂസിനേഷൻ ഉണ്ടാകാം, ഒരു ഡിസ്കംഫേർട്ട് വരും, ബിഹേവിയറൽ ചേഞ്ചസ് വരും, അബ്നോർമൽ വൈറ്റൽ സൈൻസ് കാണിക്കും, BP ഒക്കെ കൂടുതലായിരിക്കും, എഡിമാറ്റിക് കണ്ടീഷൻ ആയിരിക്കും, നീരുണ്ടായിരിക്കും, ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, നൗസിയ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള ഇതൊക്കെയാണ് ഇതിന്റെ സൈൻസും സിംറ്റംസും പറയുവാണെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ടാക്കിഫൈലാക്സിസ്. എന്താ ടാക്കിഫൈലാക്സിസ്? ടാക്കിഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഡിക്രീസ് ഇൻ റെസ്പോൺസ് ടു റിപ്പീറ്റ് ഡോസ് ഓഫ് എ ഡ്രഗ്. നമ്മൾ ഒരു ഡ്രഗ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രഗിന്റെ റെസ്പോൺസ് കുറയുകയും അങ്ങനെ അത് ഇൻഎഫക്റ്റീവ് ആവുകയോ അല്ലെങ്കിൽ ലെസ് എഫക്റ്റീവായി മാറുന്നതിനാണ് നമ്മൾ ടാക്കിഫൈലാക്സിസ് പറയുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രഗിന്റെ ആക്ഷനും റെസ്പോൺസും ഒക്കെ ഡൗൺ ആവുന്നു, ഡ്രോപ്പ് ആവുന്നതിനെയാണ് നമ്മൾ ടാക്കിഫൈലാക്സിസ് എന്ന് പറയുക. സോ എക്സാമ്പിൾ എഫെഡ്രിൻ ആണ്. എഫെഡ്രിൻ നമ്മൾ ഒരു ഷോർട്ട് ഇന്റർവെല്ലിൽ ഒരു 2, 3, 4, 5 ദിവസം കൊടുക്കുമ്പോൾ തന്നെ എന്ത് വെച്ചാൽ എഫക്റ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുക. സോ എങ്ങനെ നമുക്ക് ടാക്കിഫൈലാക്സിസ് നമുക്ക് മാറ്റാം? ഹയർ ഡോസ് ചില സമയങ്ങൾ നമുക്ക് ടാക്കിഫൈലാക്സിസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ 1 ml ടാക്കിഫൈലാക്സിസ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ നമുക്ക് 2 mg ആയിട്ടോ അല്ലെങ്കിൽ ml ആയിട്ടോ മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. സോ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ടാക്കിഫൈലാക്സിസ് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. കാരണം ഡ്രഗ് എഫിക്കസി, അതായത് ഒരു മനുഷ്യനെ ഒരു മരുന്ന് കൊടുത്താൽ അതിന്റെ എഫിക്കസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ ടാക്കിഫൈലാക്സിസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, നമുക്ക് പണി കിട്ടും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടാക്കിഫൈലാക്സിസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ വേണം മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ടാക്കിഫൈലാക്സിസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ടാക്കിഫൈലാക്സിസ് മനസ്സിലാക്കി, ഡിപ്പെൻഡൻസ് മനസ്സിലാക്കി, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന ഡ്രഗ് ഇഡിയോസിൻക്രസി ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡ്രഗ് ഇഡിയോസിൻക്രസി? സോ ഡ്രഗ് ഇഡിയോസിൻക്രസി റെഫേഴ്സ് ടു അൺടുവേർഡ് റിയാക്ഷൻ ടു ഡ്രഗ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് പേഷ്യൻസ്. എല്ലാ ആൾക്കാരിലും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡ്രഗ് റിയാക്ഷൻ ആണ് നമ്മൾ ഇഡിയോസിൻക്രസി പറയുക. സോ എനിക്ക് തോന്നുന്നു ആസ്പിറിനൊക്കെ ഇഡിയോസിൻക്രസി കാണിക്കാറുണ്ട്. സോ എന്തൊക്കെയാണ് ഇഡിയോസിൻക്രസി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്? സോ ഈ റിയാക്ഷൻസ് ഒന്നും അങ്ങനെ വലിയ ഒരു ഇന്ന ഡ്രഗ് കൊടുത്തത് കൊണ്ട് ഇത്ര ഡ്യൂറേഷനിൽ തന്നെ ഇഡിയോസിൻക്രസി വരണം എന്ന നിർബന്ധമൊന്നുമില്ല. നോ ഒബ്വിയസ് റിലേഷൻഷിപ്പ് ആണ്. ഇത്ര ഡോസ് കൊടുത്താൽ ഇത്ര പെർസെൻറ്റേജ് ഇഡിയോസിൻക്രസി ഉണ്ടാകും എന്നുള്ള, അല്ലെങ്കിൽ ഇത്ര ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതല്ല. ഇത് അങ്ങനെ ഒരു സ്പെസിഫിക് ഡിപ്പെൻഡൻസി ഇല്ല. സോ ബേസിക്കലി ലിവർ ആണ് എപ്പോഴും ഇഡിയോസിൻക്രസിനെ ബാധിക്കുന്ന ഒരു ഓർഗൻ എന്ന് പറയാം. ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ബേസിക്കലി നമുക്ക് ഇഡിയോസിൻക്രസി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അൺപ്രഡിക്റ്റബിൾ എന്താണ് റിയാക്ഷൻ ടു ഡ്രഗ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. എന്താണ്? അൺപ്രഡിക്റ്റബിൾ ഡ്രഗ് റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ്സ് കോൾഡ് ഇഡിയോസിൻക്രസി. ഓക്കെ അല്ലേ. സോ ഡ്രഗ് അലർജി എങ്ങനെ ഉണ്ടാകുന്നു? ഫസ്റ്റ് വൺ ഇസ് ഹേ ഫീവർ. സോ ചില ആൾക്കാർ പോളൻ ഗ്രെയിൻസിനോടൊക്കെ എന്തായിരിക്കും? അലർജിക് ആയിരിക്കും. ഞാനൊക്കെ പോളൻ ഗ്രെയിൻസ് അലർജിക്കാണ്. എനിക്ക് പോളൻ ഗ്രെയിൻസ് ഒക്കെ എൻ്റെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ചുമന്ന് തുടുത്ത് മുഖമൊക്കെ ഇങ്ങനെ തുമ്മാനൊക്കെ വരും. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഹൈവ്സ്, ചില ആൾക്ക് ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ ചെറിയ പാച്ചസ് വരും. പിന്നെ അലർജിക്കായി കണ്ണൊക്കെ ഇങ്ങനെ നീലിച്ച് വെള്ളമൊക്കെ നിറഞ്ഞു വരാറുണ്ട്. അനാഫൈലാക്സ് ആണ് ഏറ്റവും വലിയ ഡ്രഗ് അലർജി എന്ന് പറയാം. ലൈഫ് ത്രെഡൻ, മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഇഞ്ചുറീസ് എങ്കിലും ഉണ്ടാകുന്നു
ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ അനാഫൈലാക്സിസ് വന്നു കഴിഞ്ഞാൽ മരിച്ചു. ചില ആൾക്കാരൊക്കെ അലർജി വന്നു അല്ലെങ്കിൽ ബീഫ് കഴിച്ച് അല്ലെങ്കിൽ ചിക്കൻ കഴിച്ച് മരിച്ചു എന്ന് അറിയില്ല. അതൊക്കെ അലർജി വന്ന് മരിച്ചു പോകുന്നതാണ്. ഡ്രഗ് മാത്രമല്ല ഇൻട്രാക്ട് ചെയ്യുന്ന ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ട്, ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസും അലർജിക് റിയാക്ഷൻസും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഡ്രഗ് അലർജി എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഡ്രഗ് അലർജി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് എ ഫാർമക്കോളജിക്കൽ ഏജന്റ് എൻ്റർ ദ ബോഡി ആൻഡ് ഇന്ററാക്ട് വിത്ത് ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഞാനാണെങ്കിൽ എൻ്റെ ബോഡിയിലേക്ക് പോളൻ ഗ്രെയിൻസ് കയറുന്നു. ഓക്കെ, ഇമ്മ്യൂൺ റെക്കഗ്നിഷൻ. ദ ഇമ്മ്യൂൺ സിസ്റ്റം ഐഡന്റിഫൈ ദ ഡ്രഗ് ആസ് എ ഫോറിൻ സബ്സ്റ്റൻസ്. അപ്പം എൻ്റെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഈ വന്ന പോളൻ ഗ്രെയിനെ ഫോറിൻ ബോഡി ആയിട്ട് തിരിച്ചറിഞ്ഞു. ആൻഡ് ആന്റിബോഡി പ്രൊഡക്ഷൻ, IgE ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ് ഇൻ റെസ്പോൺസ് ടു പെർസീവ് ത്രെറ്റ്. സോ ഈ ഇമ്മ്യൂൺ സിസ്റ്റം IgE ആന്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കുന്നു. ആൻഡ് അലർജിക് റെസ്പോൺസ്, അത് തന്നെ എന്ത് ചെയ്യുന്നു, അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുകയും അങ്ങനെയാണ് അലർജീൻ്റെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി മാസ്റ്റ് സെല്ലിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ബേസിക് മെക്കാനിസം IgE ആന്റിബോഡീസ് ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണും മാസ്റ്റ് സെൽസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ആന്റിബോഡീസ് ഫോം ചെയ്യുന്നു, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ബേസിക്കലി IgE ആന്റിബോഡിയാണ് സ്പെസിഫിക് ഉത്തരം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോകൈനറ്റിക്സ്, ADME ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് ബ്രീഫിംഗ് ആണ് കേട്ടോ. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എക്സ്ക്രീഷൻ നമ്മളെല്ലാം പറഞ്ഞതാണ്, എല്ലാം പറഞ്ഞു പോയ ഭാഗങ്ങളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബയോ അവൈലബിലിറ്റി. ബയോ അവൈലബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ബയോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഒരു മരുന്ന് നമ്മൾ കൊടുത്താൽ നമ്മളെ ബോഡിയിൽ എത്രത്തോളം മരുന്നിൻ്റെ അവൈലബിൾ ആണ് എന്നുള്ളതിന് നമ്മൾ ബയോ അവൈലബിലിറ്റി പറയുക. സോ ചില ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി ഇസ് ദ റേറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഡ്രഗ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നായിരിക്കും. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഓറലി കൊടുത്താൽ ആ മരുന്ന് നമ്മളെ ബ്ലഡിൽ എത്രയുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്താൽ എത്ര നമ്മുടെ ബ്ലഡിലുണ്ട് എന്ന് പറയുന്നതിന്റെ കണക്കിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ബയോ അവൈലബിലിറ്റി ഇസ് റേറ്റ് ഓഫ് ദ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ് ഫ്രം ഇറ്റ് ഡോസ് ഫോം. ഇറ്റ്സ് ക്രൂഷ്യൽ ഓഫ് ഡ്രഗ് ആക്ഷൻ വിത്ത് ഹയർ ബയോ അവൈലബിലിറ്റി ജനറലി ലീഡിങ് ടു ഗ്രേറ്റർ ഡ്രഗ് എഫക്ട്. അതായത് ബയോ അവൈലബിലിറ്റി കൂടുതലാണെങ്കിൽ മാത്രമേ ഡ്രഗ് എഫക്ട് എന്ത് ചെയ്യുള്ളൂ, കൂടത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ബയോ അവൈലബിലിറ്റിയെ ബാധിക്കുന്നത്? പാർട്ടിക്കൽ സൈസ്, സോൾട്ട് ഫോം. ഇപ്പൊ ചിലതൊക്കെ സോൾട്ട് ഫോമിലായിരിക്കും, അപ്പൊ അത് ബയോ അവൈലബിലിറ്റി ബാധിക്കും. ക്രിസ്റ്റൽ ഫോംസ്, പിന്നെ എക്സിപ്പിയൻസ്. ഇപ്പൊ മരുന്ന് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ഏതെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും. പിന്നെ ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് ടൈം, അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ചില സമയത്ത് മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റെസ്റ്റൈൻ വഴി എക്സ്ക്രീഷനിലേക്ക് പോകും. അപ്പൊ എക്സ്ക്രീഷന് പോവാതെ കുറെ നേരം നമ്മുടെ വയറ്റിനകത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, കുറെ നേരത്തെ നമുക്ക് ബയോ അവൈലബിലിറ്റിയും അബ്സോർപ്ഷൻ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് പാസ് എഫക്ട്. എന്താണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എഫക്ട്? ഞാൻ പറഞ്ഞു, ഡീഗ്രേഷൻ ഓഫ് ഡ്രഗ് ഓൺ ദി ലീവർ എന്ന് ഞാൻ പറഞ്ഞു. സോ ബയോ അവൈലബിലിറ്റി എപ്പോഴും ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് റെജിമെൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. സോ എനിക്കിവിടെ പറയാനുള്ളത്, ഈ ഒരു നമ്മുടെ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു, എനിക്കിവിടെ പറയാനുള്ളത് ബേസിക്കലി ഫേസ് 1 ഫേസ് 2 റിയാക്ഷൻ മാത്രം നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. കാര്യം അത് മെഡിസിൻ കെമിസ്ട്രിയിൽ പഠിക്കുന്നുള്ളത് കൊണ്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. കാര്യം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിറ്റ് 1 ആയിട്ട് തന്നെ പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്നാൽ 2 മാർക്കിനോ 5 മാർക്കിനോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഭാഗം കൂടെയാണ്. അതുകൊണ്ട് റെഫറൻസ് ടെക്സ്റ്റുകൾ വായിക്കുക ക്ലാസ് കേട്ടതിന് ശേഷം, എന്നാൽ മാത്രമേ ഒരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. അപ്പം നെക്സ്റ്റ് കാണാം. താങ്ക് യു.